മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഉമാ തോമസ് എംഎൽഎയുടെ തുടർ ചികിത്സയിൽ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നാണ് ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചത്. അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ സംഘാടകർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃദംഗ വിഷൻ നൃത്തപരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഹാപ്പി ന്യൂ ഇയർ. ആദ്യം തന്നെ എന്തായാലും നമുക്ക് അറിയാം, ഇന്നലെ ഡോക്ടർമാർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, കണ്ണു തുറന്നു എന്നുള്ള വലിയ ആശ്വാസം നമുക്കുണ്ടായിരുന്നു. മകൻ വിളിച്ചപ്പോൾ കേട്ടു എന്നൊക്കെ അറിഞ്ഞു. ഇന്ന് ഏത് രീതിയിൽ, അതായത് അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പറഞ്ഞല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉമാ തോമസിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാപ്പി ന്യൂ ഇയർ അശ്വതി. എന്തായാലും ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ രാവിലെ മെഡിക്കൽ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. എങ്കിൽ പോലും ഈ അപകടനില തരണം ചെയ്തു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു പോസിറ്റീവായ സൂചന. കണ്ണു തുറന്നതും ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചതുമാണ്. മകൻ പറയുന്നതനുസരിച്ചൊക്കെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ കൈ പിടിക്കുകയും കൈകാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. ഒപ്പം വെള്ളം കുടിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ അപ്പോഴും തലയ്ക്കും നട്ടലിലുമേറ്റ പരിക്കുകളുടെ ആ ഒരു പ്രത്യേകിച്ച് തലയ്ക്കേറ്റ പരിക്കാണ് കുറച്ച് രൂക്ഷമായി നിൽക്കുന്നത്. ഒപ്പം ശ്വാസകോശത്തിലും ഏറ്റ പരിക്കൊക്കെ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം ഈ കൈകാലുകൾ അനക്കുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതുമൊക്കെ ഒരു നല്ല സൂചനയായി കണക്കാക്കാം. എങ്കിൽ പോലും വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ 3 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം അത് വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കൂ. പതുക്കെ മാത്രമേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് റിഡേ മെഡിസിറ്റിയിൽ ഉമാ തോമസ് എംഎൽഎ ചികിത്സ തേടുന്നത്. അതോടൊപ്പം നമുക്കറിയാം, വെന്റിലേറ്ററിൽ അധിക നാൾ കിടക്കുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശ്വാസകോശത്തിൽ. അത് ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഡോക്ടർമാർ നടത്തുന്നത്. അങ്ങനെ അണുബാധ ഉണ്ടായാൽ ന്യൂമോണിയയിലേക്ക് വരെ പോകാനുള്ളൊരു സാധ്യത അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് ഉമാ തോമസ് എംഎൽഎക്ക് നടത്തുന്നത്. എന്തായാലും 9 മണിക്കായിരിക്കും ഡോക്ടർമാർ യോഗം ചേർന്നതിന് ശേഷം 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യ പുരോഗതിയെക്കുറിച്ചുള്ള വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മക്കൾ 2 പേരും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു. എന്നാൽ ഉമാ തോമസ് എംഎൽഎയുടെ അടുത്തേക്ക് ആരെയും തന്നെ കടത്തിവിടുന്നില്ല. കാരണം അണുബാധ പുറത്തുനിന്ന് വല്ല അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ മക്കൾക്ക് മാത്രമാണ് വലിയ സുരക്ഷയോടുകൂടി മാത്രമേ ഉമാ തോമസിനെ കാണാനുള്ളൊരു അവസരം ഒരുക്കുന്നതുള്ളൂ. എന്തായാലും എത്രയും വേഗം ഉമാ തോമസ് എംഎൽഎ സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഈ വെന്റിലേറ്ററിൽ നിന്നും പതുക്കെ മാറ്റുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെ DMO അടക്കം അവിടെ സന്ദർശിച്ചിരുന്നു. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശവും കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ റിഡേ മെഡിസിറ്റിയിലെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി, മറ്റൊരു ഭാഗം ഇതിന്റെ അന്വേഷണമാണ്. വലിയ വീഴ്ചയുണ്ടായി എന്ന് ഇന്നലെ റിപ്പോർട്ട് വന്നിരുന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ. വലിയ വീഴ്ചയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. പിന്നീട് എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ പോലും മേയർ പോലും ഈ പരിപാടിക്ക് ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടാനുള്ള അനുമതി കൊടുത്തില്ല എന്ന പ്രതികരണവുമായൊക്കെ എത്തിയിരുന്നു. ഈ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് നാമി? അശ്വതി, ഇന്നലെ ഏറ്റവും ഒടുവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിൽ മൃദംഗ വിഷൻ MD M നികോഷ് കുമാറിനെ 1ാം പ്രതിയാക്കിയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് നൃത്തപരിപാടിയുടെ നടത്തിപ്പുകാരനായ മൃദംഗ വിഷന്റെ CEO ഷമീർ 2ാം പ്രതിയാണ്. 3ാം പ്രതിയായിരിക്കുന്നത് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമ PS ജിനീഷ് ആണ്. 4ാം പ്രതി ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവന്റ് ഇന്ത്യ പ്രൊപ്പറേറ്റർ കൃഷ്ണകുമാറാണ്. ഒപ്പം 5ാം പ്രതിയായി താൽക്കാലിക സ്റ്റേജ് തയ്യാറാക്കിയ ബെന്നി. ഇങ്ങനെ 5 പ്രതികളെ ചേർത്ത് ഉള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് കൃത്യമായി പറയുന്നുണ്ട്, വലിയൊരു സംഘാടന പിഴവ് അവിടെ സംഭവിച്ചു. സ്റ്റേജ് നിർമ്മാണത്തിലടക്കം പിഴവ് സംഭവിച്ചു. കൃത്യമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇരുവരും ഈ മൃദംഗ വിഷന്റെയും ഓസ്കാർ ഇവന്റിന്റെയും ഉടമകൾ ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ കോടതി കൃത്യമായിട്ടുള്ള ഒരു
വിശദീകരണം, സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു. ഇപ്പോൾ നേരത്തെ ഈ കേസിൽ തുടക്ക സമയത്ത് ഈ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രം ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇതിൽ നരഹത്യ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി, ഈ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് കൃത്യമായി സർക്കാർ കോടതിയെ നിലപാട് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കോടതി ഇരുവരോടും തൽക്കാലം ഈ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന്റെ കൂടുതൽ നിലപാട് തേടിയതിനു ശേഷമായിരിക്കും വീണ്ടും ഹർജി പരിഗണിക്കുക. എന്നാലും നാളെ ഇരുവരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് കീഴടങ്ങിയേ മതിയാകൂ. മറ്റു 3 പ്രതികളെയും ഇതുപോലെ നരഹത്യാ കുറ്റം ചുമത്തി ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് ഇത് കൃത്യമായി പറയുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഇവരുടെ ചോദ്യം ചെയ്യലുകൾ നടക്കും. നാളെ 2 മണിയോടുകൂടി ഉടമകളുടെ ചോദ്യം ചെയ്യലും ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ദിവ്യ ഉണ്ണിയെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി ഈ കമ്പനി ഉയർത്തിക്കാട്ടിയത് ദിവ്യ ഉണ്ണിയാണ്. അതോടൊപ്പം ഇതിന്റെ ഒരു രക്ഷാധികാരിയായി സിജോയ് വർഗീസിനെയുമായിരുന്നു പ്രധാനമായും മുൻനിരയിൽ കണ്ടത്. ഇരുവരുടെയും സാമ്പത്തിക ഇടപാട്, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭമുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കാരണം പുറത്തു വരാനുള്ളൊരു പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഈ രക്ഷിതാക്കൾ വലിയ രീതിയിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഒരു കുട്ടിയിൽ നിന്നും 5000-ലധികം രൂപ വാങ്ങുന്ന സാഹചര്യം, ഈ വസ്ത്രത്തിനും മറ്റു ഇവരുടെ അക്കോമഡേഷൻ, ഫുഡ്, ഇതിനൊക്കെ വേണ്ടി 5000-ലധികം രൂപ വേണമെന്ന് പറഞ്ഞ് പല രക്ഷിതാക്കളിൽ നിന്നും പല രീതിയിലുള്ള തുകയാണ് ഈടാക്കിയത്. എന്തിനാണ് ഇതുപോലെ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഒരു പൊതുപരിപാടിയിൽ ഇത്രയേറെ തുക കുട്ടികളിൽ നിന്നും ഈടാക്കിയത് എന്നുള്ളൊരു സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കളുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും ഉണ്ടാകും. അതിനിടെ തന്നെയാണ് ഇന്നലെ കല്യാൺ സിൽക്സിന്റെ ഒരു വിശദീകരണവും വന്നിട്ടുണ്ട്. ഈ വിവാദത്തിൽ തങ്ങളെ വലിച്ചിഴക്കരുത്, കാരണം ഇവർ കുറഞ്ഞ തുകയ്ക്ക് 360 രൂപയ്ക്ക് മാത്രമാണ് കല്യാൺ സിൽക്സ് ഈ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പരിപാടിക്കായി വസ്ത്രം ഡിസൈൻ ചെയ്ത് നൽകിയത്. പക്ഷെ അവരായിക്കോട്ടെ, ഈ ഇവന്റ് നടത്തുന്ന ഈ മൃദംഗ വിഷൻ ആയിക്കോട്ടെ, കുട്ടികളിൽ നിന്നും 1600 രൂപയാണ് കോസ്റ്റ്യൂമിന് മാത്രം ഈടാക്കിയത്. ഇത് തന്നെ വലിയൊരു തട്ടിപ്പാണെന്ന് കൃത്യമായിട്ട് വെളിവാകുന്നത് കൂടിയാണ് ഈ കല്യാൺ സിൽക്സിന്റെ വിശദീകരണത്തിലും നമുക്ക് വ്യക്തമാകുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അശ്വതി, ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്ക്, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിലെ പുരോഗതി ഇന്ന് രാവിലെ 10 മണിക്ക് ഡോക്ടർമാർ വിശദീകരിക്കും.